ദൃശ്യവും ശ്രാവ്യവും ഒരുമിച്ച് ചേർത്ത് ലോകം മുഴുവൻ ബൈബിൾ അധിഷ്ഠിതമായ ദൃശ്യാവിഷ്കരണ പരിപാടി അവതരിപ്പിച്ചുകൊണ്ട് ലോകപ്രസിദ്ധ നേടിയ ബഹുമാനപ്പെട്ട ഷാജി തുമ്പേച്ചറയച്ചൻ്റെ നേതൃത്വത്തിലുള്ള സെലിബ്രൻസ് ഇന്ത്യയാണ് ഇന്ന് ചങ്ങനാശ്ശേരി കത്തീഡ്രൽ പള്ളിയിൽ സൈറ്റ് ആൻഡ് സൗണ്ട് ഷോ അവതരിപ്പിക്കുന്നത്. അച്ഛാ, എന്താണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകത? നാടകത്തിൻ്റെ സ്റ്റേജിനെ ബ്രേക്ക് ചെയ്തിരിക്കുക. നാടകത്തിലൊരു 8-10 പേര്, അതിനകത്തൊരു 180 ആർട്ടിസ്റ്റുകളാണ്. നാടകത്തിൻ്റെ സ്റ്റേജ് ഒരു സെമി സിനിമയാണിത് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 3.5 മാസത്തേക്ക് അധ്വാനം, 250-300 പേരുടെ കണ്ണുനീര്, അതുപോലത്തെ കഷ്ടപ്പാട്, പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ്, 10-ൽ പരം സ്റ്റേജുകൾ. ഇപ്പോൾ ഈ ആദ്യത്തെ ഡാൻസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു 25-40-30 പേരൊക്കെ ആയിരിക്കും. അപ്പം അതൊരു വേറൊരു ഫീലാണ്. അതൊരു സൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുടെ പ്രത്യേകത, നമ്മൾ ഈ വെള്ളം കുടിക്കുകയാണ് അതുപോലെയൊക്കെ റെക്കോർഡ് ചെയ്തേക്കും. അപ്പോൾ അതോടൊക്കെ ഇങ്ങനെ ഒരു നേരിട്ടൊരു ഫീൽ കിട്ടും. സൗണ്ട് ഇഫക്റ്റ് എല്ലാം ആവുന്നത് പോലൊക്കെ പരിമിതികൾ എപ്പോഴും ഉണ്ട്, ഒരു സ്ഥലത്തിന് വേണ്ടി ചെയ്യുന്നത് കൊണ്ട്. മാതാവിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ പാട്ട് എഴുതിയത് ഷാജി അച്ഛനാണ്. എനിക്കൊന്ന് ലോക ചരിത്രം തന്നെ നോക്കിയാൽ ഒരു വേൾഡ് റെക്കോർഡായിരിക്കും. ഇതും പരിശുദ്ധ അമ്മയുടെ കണ്ണിലൂടെ ഈശോയുടെ പീഡാനുഭവത്തെ നോക്കിക്കാണുകയാണല്ലോ. ഈ ഒരു ഷോയുടെ പ്രത്യേകത എന്താ വെച്ചാൽ, സത്യത്തിൽ ഈ ഷോയുടെ സ്ക്രിപ്റ്റ് ലഭിച്ചത് ഇന്ത്യക്ക് പുറത്ത് ഒരു ശുശ്രൂഷയിൽ ഏകാന്തതയിലിരുന്നപ്പോഴാണ്. ഒരു വീടിൻ്റെ അണ്ടർഗ്രൗണ്ടിലിരുന്ന് പ്രാർത്ഥിച്ചപ്പം കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുന്ന അനുഭവം ഉണ്ടായി. ഏകാന്തത കൊണ്ടായിരിക്കാം, പക്ഷെ പെട്ടെന്ന് ഒരു മരിയൻ അനോയിൻറ്റിങ് പോലെ വന്നിട്ട്, ഒരു പെസഹാക്കാലം കൂടിയായിരുന്നു. മറിയും ഇങ്ങനെ പെസഹായ്ക്ക് തൻ്റെ കുഞ്ഞിനെ ഓർത്ത്, പെസഹ എവിടെ ആയിരിക്കും, എൻ്റെ കുഞ്ഞിൻ്റെ ഗതി എന്തായിരിക്കും, എൻ്റെ കുഞ്ഞിൻ്റെ കൂടെയുള്ളൊരു കാല് മാറ്റി ചവിട്ടുമോ, എൻ്റെ കുഞ്ഞിനെ അല്ലോ കുതികാല് വെട്ടുമോ, സങ്കീർത്തനം 55 പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ, ശത്രുവല്ല ഇത് ചെയ്തത്, ദ്രോഹിയല്ല ഇത് ചെയ്തത്, എല്ലാം ചെയ്തത് എൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചവനാണല്ലോ, ഈ സങ്കീർത്തനമൊക്കെ ഇവന് നടക്കുമോ എന്നൊക്കെ ഇങ്ങനെ മാതാവ് ചിന്തിക്കുകയാണ്. ഈ ബൈബിളിനെ നേരെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാതെ ബൈബിൾ സംഭവത്തെ കാലികമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം അച്ഛൻ നടത്തിയിട്ടുണ്ടോ? ബൈബിളിനെ കാലികമായിട്ട് ദുബായിലെ ശുശ്രൂഷ അതായിരുന്നു. ദുബായിലെ സിറോ മലബാർ ഡേയുടെ ശുശ്രൂഷ ബൈബിളിനെ കാലികമാക്കിയായിരുന്നു. എന്ന് വെച്ചാൽ ദുബായിലെ മനുഷ്യരുടെ പിടച്ചിലുകളിലിടയിലൂടെ ബൈബിൾ ഇങ്ങനെ വിരിഞ്ഞു വരും, നിവർന്നു വരും. അപ്പോൾ അവിടുത്തെ ടെൻഷന്, അവിടുത്തെ ജോലിയില്ലായ്മ, അതിൻ്റെയൊക്കെ ഇടയ്ക്കൂടെ ബൈബിൾ ഇങ്ങനെ നിവർന്ന് വരുന്നതാണ്. അപ്പോൾ കാലികമായിട്ടുണ്ട്. പക്ഷേ ഇതൊരു പ്യുവർ ബൈബിൾ ശുശ്രൂഷയാണ്. പക്ഷേ ബൈബിൾ തന്നെ നമ്മൾ റീഡ് ചെയ്തിരിക്കുക. ഇതിനകത്തെ സെൻറ്റൻസുകളൊക്കെ ഒന്നും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണം, ഇതിനകത്ത് യുദാസ് പണത്തെക്കുറിച്ച് തർക്കിക്കുന്ന ഒരു സമയത്ത് ഈശോ പറയുന്നൊരു ഡയലോഗുണ്ട്, പണം ഒന്നുമല്ല കുഞ്ഞെ, എൻ്റെ ആബ അതിനൊരു വിലയിടുന്നില്ലെങ്കിൽ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാതാവ് അവനോട് പറയുക. അത് എനിക്ക് തന്നെ ഇപ്പോൾ എൻ്റെ മകനല്ലാത്ത ഒന്നിൽ, അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എനിക്ക് തോന്നിയത് ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗ് ഒക്കെ ലഭിച്ചതാണ്. ഞാൻ ഉണ്ടാക്കിയെടുത്തു. അത് ഒരുപാട് ഭാഗം ഇതിനകത്ത് ഉണ്ടാക്കിയെടുത്തതല്ല. ഇതിനകത്ത് ഈ സഭയുടെ ഭിന്നതയെക്കുറിച്ചുമൊക്കെ ഉണ്ട്. ഈശോ ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ ലോകത്തെ നോക്കിയാൽ നിങ്ങൾ ഭിന്നിക്കും, എൻ്റെ നാമത്തെ നോക്കിയാൽ നിങ്ങൾ ഒന്നിക്കും. അപ്പം അങ്ങനെ ഈ അത് കാണുന്ന സമയത്ത് ഒരു പ്രത്യേക ഫീൽ കിട്ടുന്ന ഒത്തിരി ഡയലോഗുകൾ തമ്പുരാൻ തന്നു. ഈ പീഡാനുഭവ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അച്ഛാ, ഈശോ ചവിട്ടി നടന്ന മണ്ണിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ അച്ഛൻ ആസൂത്രണം ചെയ്തിരുന്നല്ലോ. പക്ഷേ പിന്നീട് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കൊണ്ടത് നടന്നില്ല. എങ്ങനെയായിരുന്നു അങ്ങനെ ഒരു എൻട്രി? ഈ ദുബായിലെ ശുശ്രൂഷ ലോകം മുഴുവൻ ശ്രദ്ധിച്ചായിരുന്നു, അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഭംഗിയുമൊക്കെ. അപ്പോൾ അതൊരു ദിവസങ്ങളുടെ കണ്ണുനീരായിരുന്നുകൊണ്ട് അത് കാണാൻ നല്ല ചന്തമായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ടിജോ എന്നൊരു സ്നേഹിതൻ, ഒരുപാട് പ്രാർത്ഥിച്ചൊരുങ്ങിയ ഒരു മകൻ, അപകടത്തിൽ നിന്ന് 2ാമത് ജീവനിലേക്ക് തിരിച്ചു വന്നവന്, അവനൊരു ഉൾപ്രേരണ ഉണ്ടായിട്ട് ഇസ്രായേലിൽ ഈ ശുശ്രൂഷ ചെയ്യാൻ അദ്ദേഹം എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു. ഈ കഴിഞ്ഞ 13-ന് നടക്കേണ്ടതായിരുന്നു, പരിശുദ്ധമ്മയുടെ ദിവസമാണല്ലോ ഈ 13. അതിനു മുമ്പ് യുദ്ധമുണ്ടായി. പക്ഷെ അത് വരും, ഇനിയും വരും, അത് വരും. ഈ ഒരു ഷോയിലൂടെ, ഏതാണ്ട് 2 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ പ്രോഗ്രാമിലൂടെ വിശ്വാസികൾക്ക് കൊടുക്കാൻ നൽകുന്ന സന്ദേശം എന്താണ് വെച്ചാൽ, ഒന്ന്, ഈശോയുടെ പീഡാനുഭവം ഇങ്ങനെ പരിശുദ്ധ അമ്മയോടൊപ്പം ഇങ്ങനെ തൊട്ടടുത്ത് കാണാൻ പറ്റും. നമ്മളങ്ങനെ അത് മുഴുവൻ ചെയ്തിരിക്കുന്നത്. 2, സാമാന്യഗതിയിലൊരു അനുതാപം ഉണ്ടാകും. ഇത് കാണുമ്പോൾ ഒരു ദൈവികമായ ഒരു ഉത്സ്നേഹം വരും. അതുപോലെയാണ് സെൻറ്റൻസുകളൊക്കെ ഞങ്ങൾ ഈ പരിശീലനത്തിൻ്റെ സമയത്തൊക്കെ ആൾക്കാർ കരഞ്ഞായിരുന്നു. അഭിനയിക്കുന്നവർ കരയുന്നത് ഞാൻ ഈ ദിവസങ്ങളിൽ കണ്ടു. അപ്പോൾ അതൊരു അത്ഭുതമാണ്. പിന്നെ നമ്മൾ ഈ ശുശ്രൂഷയിലുള്ളവർ ഏറെക്കുറെയൊക്കെ നോമ്പാണ്. പിന്നെ ഒറ്റയ്ക്കും പെട്ടയ്ക്കും കൂട്ടായിട്ടും ഒക്കെ സ്തുതിച്ചും പ്രാർത്ഥിച്ചും വെയിലത്തൊക്കെ നിന്ന് പ്രാർത്ഥിച്ചുമൊക്കെയാണ്. ഒന്നിനും തകർക്കാൻ പറ്റാത്തൊരു കർത്താവ് സഹനങ്ങളിലൂടെ കൊണ്ടുവരുന്നു എന്നൊരു വിശ്വാസമുണ്ട്. ഒരു ആത്മീയ അനുതാപമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം.
ഒന്ന് പിന്നെ കലയിലൂടെ എത്ര ഭംഗിയായിട്ട് സുവിശേഷം പറയും. ഇപ്പം നേരിട്ട് സുവിശേഷം പറയുമ്പോൾ സ്വീകരിക്കപ്പെടില്ല. ഇത് ഹൈ ക്ലാസ് ആർട്ടിലൂടെയാണ്. അപ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് ഈ വചനം വന്ന് ഹിറ്റ് ചെയ്യും. അതാണ് എൻ്റെ പ്രത്യേകത. കച്ചിയിൽ നിന്ന് കച്ചയിലേക്ക് എന്നൊരു സങ്കല്പം അച്ഛൻ ഇതിൻ്റെ തീമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൂടെ ഒന്ന് വിശദീകരിക്കാൻ പറ്റും? അതൊരു അപൂർവ സങ്കല്പമാണ്, ഒരു അപൂർവ ദർശനമാണ്. അതായത് ഈശോ ജനിച്ചപ്പം ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ പറയുന്നു, അവനെ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞു, അവനെ പുൽത്തൊട്ടി കിടത്തി. അവിടെ കച്ചിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇറിറ്റേറ്റ് ചെയ്യുന്ന, നമ്മളെ ചൊറിയുന്ന, അസ്വസ്ഥത ഉണ്ടാക്കുന്ന കച്ചിയും പൊതിയാനും മാത്രമേ ഇല്ലാത്ത പിള്ളക്കച്ചകളെ ഈശോയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം സ്കേഴ്സിറ്റി, ഈശോ മിശിഹ എപ്പോഴും കുറവുകൾ അനുഭവിച്ചു. പൊതിയാൻ ആരുമില്ലായിരുന്നു, മഞ്ഞ് തുടയ്ക്കാൻ ആരുമില്ലായിരുന്നു, പൊത്തിപ്പിടിക്കാൻ ആരുമില്ലായിരുന്നു, എല്ലാം പരിമിതികളായിരുന്നു. പക്ഷേ ഈ പരിമിതികളെയും നെഗറ്റീവ് എക്സ്പീരിയൻസുകളെയും ഈശോ ആത്മാവിൻ്റെ ചർക്കയിൽ പട്ടുനൂല് പോലെ നൂറ്റിട്ട് ഈശോ പോയ സമയത്ത് യോഹന്നാൻ്റെ സുവിശേഷം 2:7 അവിടെ ഒരു കച്ച ബാക്കി വെച്ചു. അപ്പോൾ പിള്ളക്കച്ച പോലും ഇല്ലായിരുന്നവൻ, കച്ചിയിൽ കിടന്നവൻ ഒരു കച്ച ബാക്കി വെച്ചു, പൊതിയാനൊരു കച്ച. ഇന്നത്തെ അത്ഭുതം, ഈ കച്ച കണ്ടിട്ട് ഉത്ഥാനം വിശ്വസിച്ചു എന്നാണ് യോഹന്നാൻ പറയുന്നത്. കാരണം ഇങ്ങനെ പൊതിയുന്ന, ഇങ്ങനെ പൊത്തിപ്പിടിക്കാൻ, ഇങ്ങനെ പൊതിയാൻ ഈശോയ്ക്ക് പറ്റൂ. ഈ ബോധ്യമാണ് അത്ഭുതമാണ്. അപ്പം ആ കച്ചയാണ് മാമോദീസായിൽ നമ്മെ പൊതിയുന്നത്, കല്യാണത്തിന് പൊതിയുന്നത്. അപ്പോൾ ആ ഒരു വലിയൊരു സഭയിൽ ഈശോ ബാക്കി വെച്ച കച്ച കൊണ്ട് നമ്മളെ പൊതിയുന്നു ഒരു കൺസെപ്റ്റ്. അപ്പോൾ അതൊരു പ്രത്യേക ഒരു അനുഭവമാണ്. ഈശോ ബാക്കി വെച്ച കച്ച കൊണ്ട് നമ്മളെ ഇങ്ങനെ പൊതിയുന്നു. അതേപോലെ മാമോദീസായിലെ കച്ച, പുതിയ കച്ച, കല്യാണത്തിൻ്റെ സമയത്ത് പങ്കാളി ഉടുപ്പിക്കുന്ന കച്ച, മരിക്കുമ്പം പിന്നെയും സഭ നമ്മളെ കച്ച കൊണ്ട് പൊതിയുന്നു. അപ്പം ഈശോയുടെ കച്ച ഒരു നിത്യ സാന്നിധ്യമാണ്. രസം അതിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന രീതി നല്ലൊരു ശൈലാണ്. ഒന്നുമില്ലെങ്കിലും നമ്മളും പൊതിയണം എന്നൊക്കെ ഒരു കൺസെപ്റ്റാണ് ഇതിനകത്ത്. ഈശോയുടെ സ്നേഹത്തിൽ പൊതിയുന്ന ഒരു കച്ച ഇന്നിവിടെ വരുന്ന 10,000-കണക്കിന് ആളുകൾക്ക് അനുഭവിക്കാൻ, ആ സ്നേഹത്തിൻ്റെ ഫീൽ ഉണ്ടാകാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകം ഞങ്ങളും ഗുഡ്നെസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നവസുവിശേഷവൽക്കരണത്തിൻ്റെ മറ്റൊരു വേർഷൻ അച്ഛൻ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതെല്ലാം വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ആശംസകളും സെലിബ്രൻസ് ഇന്ത്യക്ക് ഗുഡ്നെസ്സിൻ്റെ പേരിൽ പ്രത്യേകം എല്ലാ പ്രേക്ഷകരുടെയും പേരിൽ ആശംസിക്കുന്നു. അച്ഛൻ അവസാനമായി പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിരുന്നു, യൂസ് എവറി മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടു പ്രൊപ്പഗേറ്റ് ഗോസ്പൽ. എല്ലാ മാർഗത്തിലൂടെയും സുവിശേഷം, പ്രത്യേകിച്ച് നമ്മുടെ ന്യൂ ജനറേഷനെ നമ്മൾ നേരിട്ട് സുവിശേഷം കൊടുക്കുമ്പോൾ അത്ര സ്വീകരിക്കപ്പെടുന്നില്ല. ഇതിനകത്ത് തന്നെയാണ് 150-180ഓളം ചെറുപ്പക്കാരാണ്. അവർ തന്നെ എത്രയോ പ്രാർത്ഥിച്ചു. അപ്പോൾ അവരിൽ ഒരാൾ മാറ്റി ചവിട്ടിയാൽ അതൊരു വലിയ നന്മയല്ലേ. പിന്നെ നമ്മുടെ മരിയൻ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് ഇതെല്ലാം. എല്ലാം നന്നായിട്ട് വരുമെന്ന് പ്രത്യാശയിൽ ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ കണ്ണുകളിലൂടെ ഈശോയുടെ പീഡാനുഭവങ്ങളെ നോക്കിക്കാണുന്ന സെലിബ്രൻസ് ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ അച്ഛൻ നേതൃത്വം വഹിക്കുന്ന സൈറ്റ് ആൻഡ് സൗണ്ട് ഷോയാണ് ഇപ്പോൾ ചങ്ങനാശ്ശേരി സെൻറ്റ് മേരീസ് മെത്രാപ്പോലിത്തൻ പള്ളിയിൽ അരങ്ങേറുന്നത്. ഏതാണ്ട് 2000-ഓളം കലാകാരന്മാർ 8 പടുകൂറ്റൻ വേദികളിലായിട്ട് 2 മണിക്കൂർ ദൈർഘ്യമുള്ള സൈറ്റ് ആൻഡ് സൗണ്ട് ഷോയ്ക്കാണ് ഇപ്പോൾ ഇവിടെ സാക്ഷ്യം വഹിക്കുന്നത്. ധാരാളം ആളുകൾ ഈ അതിരൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി സിസ്റ്റേഴ്സും വൈദികരും അൽമായരും ഒക്കെ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. ഈ ദൃശ്യവിസ്മയം ഹൃദ്യമായ ഒരു അനുഭവമാണ്. പ്രത്യേകിച്ച് ഈ നോമ്പിൻ്റെ സായാഹ്നത്തിൽ പാഷൻ ഓഫ് ദ മേരി എന്ന പേരിൽ വളരെ മനോഹരമായിട്ടാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. 2000 കലാകാരന്മാർ നോമ്പെടുത്ത് ഉപവാസമെടുത്ത് ഇതിനുവേണ്ടി ദീർഘനാളുകളായിട്ട് പരിശീലനം നടത്തിയിട്ടാണ് ഇതിനായിട്ട് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിവിധ മൃഗങ്ങളുടെ ആവിഷ്കാരവും ഇവിടെ നടക്കുന്നുണ്ട്. വിവിധ വേദികളിൽ ഒരേ സമയത്ത് ദൃശ്യവിസ്മയം ഒരുക്കും. തീർച്ചയായിട്ടും അതിനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു. എന്റെ മകനെ കുറിച്ചുള്ള വ്യാകുലങ്ങൾ എന്റെ മനസ്സിലുണ്ട്. അവന്റെ കാര്യം എനിക്ക് വിട്ടതാ. ഒത്തിരി ഒന്നും
മണം അറിയാതെ അവനെ ഞാൻ വഴിക്ക് കൊണ്ടുപോയി. ഞങ്ങൾ 12 പേര് ഒറ്റക്കെട്ട വെറും പോക്കും എല്ലാം ഒരുമിച്ച. അതിലൊരു മാറ്റിച്ചവിട്ടലില്ല. ഉണ്ടോ? ഇല്ല. കടലിടയ്ക്ക് പോലും ഒരു മാറ്റിച്ചവിട്ടലില്ല. എന്തേ? ഉണ്ടോ? ഇല്ലെന്നേ. ഇല്ല. മാറ്റിച്ചവിട്ടൽ പെരുക്കി പെരുക്കി പെരുക്കിയെടുത്തത് അവർ കണ്ടുവത്രേ. യാഹ്വേ അവനെ കൊല്ലുന്നെടുത്തത് പിന്നല്ലാതെ. കണ്ടു നിൽക്കുന്ന നമുക്ക് മുഴുവൻ നാളെ. നമുക്ക് മാത്രമല്ലെന്നേ, അവന്റെ ശിഷ്യന്മാർ ചിലർക്കും ഇതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഒഴികഴിവ് പറഞ്ഞ് ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കണം. അല്ലാതെ പിന്നെ എന്തിനാ ഇതൊക്കെ? ഇതൊക്കെ വെറും കാട്ടിക്കൂട്ടലല്ലേ? കാട്ടിക്കൂട്ടൽ. കൂടുകൾ വരുന്നു, മുടിയടിക്കുന്നു, നാദി ഒഴുക്കുന്നു. ഗുരുവിന്റെ കണ്ണൻ മരിച്ചു പോകുന്നു. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അറിവില്ലാതെ സംസാരിക്കരുത്. അവൾ ഒഴുക്കിയത് നാരദീനല്ല, അനുതാപമാണ്. അവളുടെ അനുതാപം. സിമയോൻ, നിങ്ങൾക്ക് പ്രായം കൂടുതലായിരിക്കാം, പക്ഷേ അറിവിൽ നിങ്ങൾ ശിശുവാണ്. എന്ന് വെച്ചാൽ അതിന് തെരുവോരങ്ങളിൽ പോകണം. നസ്രത്തിന്റെ നന്മയ്ക്കുമപ്പുറം കഫർനാവിന്റെ ഇടവഴിയിൽ ചെല്ലണം. ഭിക്ഷാടകർ, ദരിദ്രർ, ഉടുതുണിക്ക് മണമില്ലാത്തവർ വിറ്റവർക്ക് കൊടുത്തുകൂടെ ഈ 300 ധനാറ? ഞങ്ങളെ നിൽപ്പുണ്ടായിരുന്നു. അന്ന് കാനായിലെ കല്യാണത്തിന് അവസാനത്തെ അതിഥികളായി ഞാനും എന്റെ കുഞ്ഞു നിൽക്കുമ്പോഴാണ് തീർന്നു പോയിട്ട് കുടുംബം പിടഞ്ഞത്. അന്ന് നിന്റെ അമ്മയുടെ കണ്ണുനീര് കണ്ടിട്ട് നീ അവിടെ പൊതുവേനി നൽകിയില്ലേ യേശുവ? അന്ന് നീ എന്നെ എന്റെ കുഞ്ഞിനെ കൊണ്ടാണ് കൂട്ടിയത്. എന്റെ പൊന്നോമന കുഞ്ഞ് എന്നെ വിട്ടുപോയി യേശുവ. നിനക്കും ഇതുപോലൊരു അമ്മയില്ലേ? നീ ഇതുപോലൊരു മകനല്ലേ?
നിനക്ക് വേണ്ടി കരഞ്ഞിട്ടാനുമേ മേരിയമ്മ എന്ന് പഠിപ്പിച്ചിട്ടുള്ളൂ. ആദ്യം നിന്റെ മകന്റെ ശവമഞ്ചം അവർ താഴെ വയ്ക്കട്ടെ. പിതാവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ദൈവരാജ്യ ശുശ്രൂഷകൾക്കായി നിന്റെ മകൻ 2ാം ജന്മത്തിലേക്ക് മടങ്ങി വരട്ടെ. നമുക്ക് ദേവാലയത്തിലേക്ക് പോകാം.